എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ വീഡിയോ ഇതുവരെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയറൊക്കെ ചെയ്ത് കാണണേ. അപ്പോൾ ഇത് ഞാൻ 4 കിലോ മുളക് വാങ്ങി പൊടിപ്പിച്ചതാണ് കേട്ടോ. കഴുകി ഉണക്കി പൊടിപ്പിച്ചു. മഴയ്ക്കൊക്കെ ഉള്ള മഴക്കാലത്തിന് കഴിഞ്ഞിട്ടുള്ള വരെയുള്ള മുളക് പൊടിപ്പിച്ച് വെച്ചു. അപ്പോൾ കിട്ടിയ അരിയാണ്. കുറച്ച് മുളക് നമുക്ക് ആവശ്യം വരുമല്ലോ, അതെടുത്ത് സൂക്ഷിച്ചും വയ്ക്കാം. മുളക് എപ്പോഴും നമ്മൾ പൊടിപ്പിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. കുറേ അധികം മുളകൊക്കെ നമ്മൾ പൊടിപ്പിക്കുമ്പോൾ ഈ ചൂടായിട്ട് മുളക് കറുത്ത് പോകും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അത് കൊണ്ടുവന്ന് നല്ലോണം നിരത്തി വെച്ചാൽ ഇതേ കളറിൽ മുളക് പൊടി കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ഒരു കറുപ്പ് കളറായിരിക്കും. അപ്പോൾ ഇനി ആ മുളകരി പാകാവേ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് കാലിവെള്ളം വേണം. ഞാൻ ഈ മഴക്കാലത്തേക്കൊക്കെ മഴയൊക്കെ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാലിവെള്ളം വാങ്ങിയതുപോലെ ഡ്രമ്മിൽ സൂക്ഷിച്ച് വയ്ക്കും. എന്നിട്ട് മൂടിക്കെട്ടി വയ്ക്കും. വെള്ളം കെട്ടിക്കിടന്നാൽ പിന്നെ നാശമാവുമല്ലോ. അപ്പോൾ ഇത് ഞാൻ അതിന് വേണ്ടി സൂക്ഷിച്ചു. മണ്ണില്ലെങ്കിലും കുറച്ച് കാലിവെള്ളം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഒരു പാത്രം കാലിവെള്ളം കൂടി മുളകിൻ്റെ ഏരിൻ്റെ കൂടെ ഇടണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ പിന്നെ മണ്ണിലിടുമ്പോൾ അത് കട്ട പിടിക്കാതെ തന്നെ വേറിട്ട് കിട്ടും. ഇതുപോലെ മിക്സ് ചെയ്താൽ കൂടെ കുറച്ച് റവയോ പിന്നെ പുട്ടുപൊടിയും കൂടി ഇടണം, ഉറുമ്പ് വലിച്ചുകൊണ്ട് പോകാതിരിക്കാൻ മുളകരി ഇട്ടോ. പിന്നെ നമ്മൾ നടേണ്ട സ്ഥലമൊക്കെ ഒന്ന് കിളച്ച് നന്നായിട്ട് കട്ടയൊക്കെ പൊട്ടിച്ച് നമ്മളൊരു ഏരി മാടണം. എന്നിട്ടാണ് നമ്മളിത് നടേണ്ടത്. പിന്നെ നമുക്ക് അടുത്തടുത്തൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിട്ട് മുളകരി വീഴുവാണെങ്കിൽ നമുക്കത് പറിച്ച് മാറ്റി വേറെ ചാക്കിലോ കൂടിലോ വേറെ സ്ഥലങ്ങളിലോ സെപ്പറേറ്റ് നടാം. അല്ലെങ്കിൽ ഇവിടെ തന്നെ നിന്നിട്ട് നല്ലോണം മുളകുണ്ടാവും കേട്ടോ. നല്ല പച്ചമുളകോ പഴുത്തമുളകോ ഉണങ്ങാനോ വരെയൊക്കെ കൃഷി ചെയ്താൽ നമുക്ക് ഇങ്ങനെ മുളകുണ്ടാക്കാൻ പറ്റും. അപ്പം എനിക്ക് എൻ്റെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കുറച്ച് സ്ഥലത്ത് ഒരു 2-3 ഏരി മാടിയിട്ടാണ് ഞാനിങ്ങനെ അരിയിടണം കേട്ടോ. നമ്മൾ ഒരു തൂമ്പയ്ക്കല്ലേ കൈയും കൊണ്ടോ ഇങ്ങനെ ഒരു ചാല് പോലെ എടുത്താൽ മതി. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ നമുക്ക് നടാം. അപ്പോൾ അത് വളവും മണ്ണൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ മുളക് മറിഞ്ഞു പോകാതെ കിട്ടും. വെറുതെ നമ്മളിങ്ങനെ പാകി കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ മുളകിൻ്റെ തൈയൊക്കെ വളർന്നു വരുമ്പോൾ അങ്ങനെ മറിഞ്ഞു പോകും, പെട്ടെന്നൊക്കെ പോകില്ലേ കാറ്റൊക്കെ പിടിക്കുമ്പോൾ. ഇങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ പറ്റില്ല. അപ്പോൾ നമുക്കിതിൻ്റെ പുറത്ത് വേണമെങ്കിൽ കുറച്ച് മണ്ണും വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല കരുത്തോട് മുളകും തൈ വരും കേട്ടോ. അപ്പോൾ എനിക്കൊരു 3-4 ചാല് കീറാനുള്ള സ്ഥലമേ ഉള്ളൂ. അധികം വന്നാൽ ഞാൻ വേറെ പറിച്ച് നടും. അങ്ങനെ കരുതിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ നടണേ. നല്ലോണം മുളകുണ്ടാവും. നമ്മുടെ വീട്ടിലാവശ്യമായ പച്ചമുളക് പിന്നെ നമുക്ക് മോരിൽ പുഴുങ്ങി ഉണങ്ങാനൊക്കെ കിട്ടും നല്ലോണം. പിന്നെ ഇതിൻ്റെ കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇതിൻ്റെ മേലേക്കടെ ഇട്ടിട്ട് പിന്നെ നമ്മൾ കുറച്ച് മണലും കൂടി ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. ഇനി ഇത് കുറച്ച് നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ പണി. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.